ഇന്നലെയായിരുന്നു നാടിനെ നടുക്കിയ സംഭവം അരങ്ങേറിയത്. രാവിലെ ഏകദേശം 10:30 മണിയോടുകൂടി പൂവാർ പോലീസ് സ്റ്റേഷനിലേക്ക് രാജൻ എന്നൊരു മധ്യവയസ്കൻ 30-കാരിയായ തന്റെ മകൾ രാഖിയെ കാണാനില്ല എന്നുള്ള ഒരു പരാതിയുമായി എത്തി. പരാതി വായിച്ചു നോക്കിയ പോലീസുകാർക്കാകട്ടെ എന്തോ ചില സംശയങ്ങൾ തോന്നി. കാരണം മകൾ രാഖിയെ കാണാതെയായിട്ട് 1 മാസങ്ങൾ പിന്നിട്ടിരിക്കുകയാണ്. 1 മാസം കഴിഞ്ഞപ്പോഴാണോ പരാതിയുമായി എത്തിയതെന്ന് സ്വാഭാവികമായും പോലീസുകാർ ആ മധ്യവയസ്കനോട് സംശയം ചോദിച്ചു. രാഖി ജോലി ചെയ്യുന്നത് എറണാകുളത്തുള്ള ഏഷ്യാനെറ്റ് കേബിൾ വിഷന്റെ ഓഫീസിലാണ്. കഴിഞ്ഞ 1 മാസം മുൻപ് രാഖി വീട്ടിലേക്ക് എത്തിയിരുന്നു. 2 ദിവസം വീട്ടിൽ തങ്ങിയ ശേഷം അവിടെ നിന്ന് മടങ്ങിപ്പോകുന്ന വഴി രാജന്റെ ബേക്കറിയിലും രാഖി കയറിയിരുന്നു. വൈകുന്നേരം 5:30 മണിയോടുകൂടി സാധനങ്ങളൊക്കെ വാങ്ങിയ ശേഷം രാഖി എറണാകുളത്തേക്ക് തന്നെ മടങ്ങിപ്പോയി. എന്നാൽ എറണാകുളത്തേക്ക് പോയ രാഖി പിന്നീട് മെസ്സേജുകളിലൂടെ മാത്രമാണ് വീട്ടുകാരുമായി ബന്ധപ്പെട്ടത്. താൻ എറണാകുളത്തെത്തിയെന്നും സുഖമായിരിക്കുന്നുവെന്നും രാഖി മെസ്സേജുകളിലൂടെ വീട്ടുകാരെ അറിയിച്ചു. എന്നാൽ വീട്ടുകാർ എത്ര വിളിച്ചു നോക്കിയിട്ട് രാഖി കോൾ എടുക്കുന്നുണ്ടായിരുന്നില്ല. ആദ്യഘട്ടത്തിലൊക്കെ മകൾക്ക് ജോലി തിരക്കായതുകൊണ്ടാകും തിരികെ വിളിക്കാത്തതെന്നായിരുന്നു വീട്ടുകാർ കരുതിയത്. എന്നാൽ മെസ്സേജുകൾ മാത്രം അയക്കുന്നതിൽ വീട്ടുകാർക്ക് സംശയം തോന്നിയ സാഹചര്യത്തിലാണ് പിതാവ് രാജൻ ഇപ്പോൾ പരാതിയുമായി സ്റ്റേഷനിലെത്തിയിരിക്കുന്നത്. അപ്പോഴാണ് മറ്റൊരു കാര്യം രാജൻ പോലീസുകാരോട് പറയുന്നത്. രാജന് മെസ്സേജ് വരുന്നത് പോലെ തന്നെ അവരുടെ ചില ബന്ധുക്കൾക്കും രാഖിയുടെ ഫോണിൽ നിന്ന് മെസ്സേജുകൾ വരുന്നുണ്ട്. ബന്ധുക്കൾ വിളിച്ചു നോക്കിയിട്ടും രാഖി കോൾ എടുക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെയിരിക്കെ ഒരു ദിവസം വീട്ടുകാർക്ക് രാഖിയുടെ ഫോണിൽ നിന്നും ഒരു മെസ്സേജ് എത്തി. കൊല്ലത്തുള്ള സുധീഷ് എന്നൊരു യുവാവുമായി തന്റെ വിവാഹം കഴിഞ്ഞു എന്നായിരുന്നു രാഖിയുടെ ഫോണിൽ നിന്നും എത്തിയ മെസ്സേജ്. ഒരു ചെറുപ്പക്കാരനുമായി പ്രണയത്തിലാണെന്ന് രാഖി നേരത്തെ തന്നെ വീട്ടുകാരെ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവളുടെ വിവാഹം കഴിഞ്ഞു എന്ന് കേട്ടപ്പോൾ വീട്ടുകാർക്ക് വലിയ അത്ഭുതമൊന്നും ഉണ്ടായില്ല. എന്നാൽ വിവാഹം കഴിഞ്ഞിട്ടും എന്തുകൊണ്ടാകാം വീട്ടുകാർ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തതെന്ന് വീട്ടുകാർക്ക് സംശയം തോന്നി. സംശയം തോന്നിയ പിതാവ് രാജൻ എറണാകുളത്തെത്തുകയും ഏഷ്യാനെറ്റ് കേബിൾ വിഷന്റെ ഓഫീസിൽ രാഖിയെ തിരക്കുകയും ചെയ്തു. കേബിൾ വിഷന്റെ ഓഫീസിലെത്തി രാഖിയെ തിരക്കിയ രാജന് ഞെട്ടിക്കുന്ന ഒരു മറുപടിയാണ് ഓഫീസിൽ നിന്ന് ലഭിച്ചത്. 1 മാസങ്ങൾക്ക് മുൻപ് വീട്ടിലേക്ക് പോയ രാഖി പിന്നീട് മടങ്ങിയെത്തിയിട്ടില്ല എന്നായിരുന്നു ഓഫീസിലുള്ള ജീവനക്കാർ രാജനെ അറിയിച്ചത്. രാഖി ഇതുവരെയും എറണാകുളത്ത് എത്തിയിട്ടില്ല എന്ന് മനസ്സിലാക്കിയ സാഹചര്യത്തിലാണ് ഭയന്നു പോയ പിതാവ് പോലീസിൽ പരാതി നൽകിയത്. വളരെ വിചിത്രമായ ഒരു പരാതിയാണ് രാജൻ എന്ന പിതാവ് പോലീസ് സ്റ്റേഷനിൽ നൽകിയിരിക്കുന്നത്. പരാതി ഫയലിൽ സ്വീകരിച്ച SI രാഖിമോളുടെ തിരോധാനം സംബന്ധിച്ചുള്ള അന്വേഷണവും ആരംഭിച്ചു. രാഖിയെ കണ്ടെത്തുന്നതിനുള്ള അന്വേഷണത്തിന്റെ ഭാഗമായി ആദ്യം തന്നെ രാഖിയുടെ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ചാണ് പോലീസ് സംഘം അന്വേഷണം നടത്തിയത്. ആ ഫോണിലേക്ക് വിളിച്ചു നോക്കിയപ്പോൾ അത് സ്വിച്ച്ഡ് ഓഫ് ആയിരുന്നു. മൊബൈൽ ഫോൺ സ്വിച്ച്ഡ് ഓഫ് ആയ സാഹചര്യത്തിൽ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് കൂടുതൽ വിവരങ്ങൾ കണ്ടെത്തുന്നതിന്റെ ഭാഗമായി ആ നമ്പർ സൈബർ സെല്ലിനെ ഏൽപ്പിച്ചു. സൈബർ സെല്ലിന്റെ ആദ്യഘട്ട അന്വേഷണത്തിൽ രാഖിയുടെ മൊബൈൽ ഫോൺ കഴിഞ്ഞ 1 മാസമായി ആക്റ്റീവ് ആണെന്ന് തന്നെ കണ്ടെത്തി. പിതാവ് രാജൻ പറഞ്ഞതുപോലെ തന്നെ രാഖി നെയ്യാറ്റിൻകരയിൽ നിന്നും എറണാകുളത്തേക്ക് മൂവ് ചെയ്തിരിക്കുകയാണ്. എറണാകുളത്തേക്ക് പോയ രാഖി ഗുരുവായൂരിന് സമീപം പല സ്ഥലങ്ങളിലും കറങ്ങിയിട്ടുണ്ട്. ആ ഭാഗത്തൊക്കെയുള്ള മൊബൈൽ ടവർ ലൊക്കേഷനുകളിൽ രാഖിയുടെ നമ്പർ കാണിച്ചിട്ടുമുണ്ട്. അപ്പോഴാണ് നിർണായകമായ മറ്റു ചില കാര്യങ്ങൾ കൂടി സൈബർ സെല്ല് റിപ്പോർട്ട് ചെയ്യുന്നത്. കഴിഞ്ഞ 1 മാസക്കാലമായി രാഖിയുടെ ഫോണിലേക്ക് നിരവധി കോളുകൾ വന്നിട്ടുണ്ട്. എന്നാൽ അതിൽ ഒരു കോൾ പോലും രാഖി അറ്റൻഡ് ചെയ്തിട്ടില്ല. രാഖിയെ വിളിച്ചിട്ടുള്ള ചില കോളുകളിലേക്ക് രാഖിയുടെ ഫോണിൽ നിന്നും തിരികെയും കോൾ പോയിട്ടുണ്ട്. എന്നാൽ അവയൊക്കെ മിസ്ഡ് കോളുകൾ മാത്രമാണ്. മറുതലയ്ക്കുള്ള വ്യക്തി കോൾ എടുക്കുന്നതിന് മുൻപ് തന്നെ രാഖി കോൾ കട്ട് ചെയ്തിരിക്കുകയാണ്. ഇതിൽ നിന്നൊക്കെ പോലീസിന് എന്തൊക്കെയോ ചില സംശയങ്ങൾ തോന്നി. പല ടവർ ലൊക്കേഷനുകളിൽ നിന്നും രാഖിയുടെ ഫോണിൽ നിന്നും പല ബന്ധുക്കൾക്കും രാജനുമൊക്കെ മെസ്സേജ് പോയിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് സൈബർ സെൽ സംഘം ആദ്യഘട്ടത്തിൽ കണ്ടെത്തിയതും പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചതും. സൈബർ സെല്ലിന്റെ നിരന്തരമായുള്ള പരിശോധനയിൽ മറ്റൊരു നിർണായക വിവരം കൂടി കണ്ടെത്താൻ കഴിഞ്ഞു. ഏതാനും നാളുകൾക്ക് മുൻപ് വരെ രാഖി തന്റെ സ്വന്തം ഫോണിൽ നിന്നാണ് മെസ്സേജുകൾ അയച്ചിട്ടുള്ളത്. ഇപ്പോൾ രാഖിയുടെ സിം കാർഡ് മറ്റൊരു ഫോണിലിട്ടാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. പുതിയ ഫോണിൽ സിം കാർഡ് ഇട്ട് ആ ഫോണിൽ നിന്നും മെസ്സേജുകൾ വീട്ടുകാർക്ക് അയച്ചിട്ടുണ്ട്. രാഖിയുടെ മൊബൈൽ ഫോൺ പെട്ടെന്ന് മാറിയതിൽ പോലീസ് സംഘത്തിന് ഒരു അസ്വാഭാവികത തോന്നി. സംശയം തോന്നിയ പോലീസ് സംഘം സൈബർ സെല്ലിനോട് ഒരു കാര്യം കൂടി തിരക്കി. രാഖിയുടെ ആദ്യത്തെ മൊബൈൽ ഫോൺ അവസാനമായി ഏത് ടവർ ലൊക്കേഷനിലാണ് ഉണ്ടായിരുന്നതെന്നായിരുന്നു പോലീസ് സംഘം തിരക്കിയത്. അമ്പൂരി എന്ന സ്ഥലത്തുള്ള ടവർ ലൊക്കേഷനിലാണ് അവസാനമായി രാഖിയുടെ മൊബൈൽ ഫോൺ സ്വിച്ച്ഡ് ഓഫ് ആയിരിക്കുന്നത്. ഫോൺ ഓഫ് ആകുന്നതിന് മുൻപ് അഖിൽ എന്നൊരു വ്യക്തിയെ രാഖിയുടെ ഫോണിൽ നിന്നും കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. അമ്പൂരി ടവർ ലൊക്കേഷനിൽ സ്വിച്ച്ഡ് ഓഫ് ആയതിനു ശേഷം പിന്നീട് രാഖിയുടെ സിം കാർഡ് പുതിയ മൊബൈൽ ഫോണിലിട്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത്. പോലീസിന്റെ കൈവശം ഇപ്പോൾ 2 വിവരങ്ങളാണ് കിട്ടിയിരിക്കുന്നത്. അവസാനമായി മൊബൈൽ ഫോൺ സ്വിച്ച്ഡ് ഓഫ് ആകുന്നതിന് മുൻപ് രാഖി അഖിൽ എന്നൊരു വ്യക്തിയുമായി സംസാരിച്ചിട്ടുണ്ട്. അയാളുടെ ഫോൺ നമ്പറും സൈബർ സെല്ലിൽ നിന്നും പോലീസ് സംഘം കളക്ട് ചെയ്തു. ഇതോടൊപ്പം തന്നെ രാഖി പുതിയതായി ഉപയോഗിക്കുന്ന ഫോണിന്റെ IMEI നമ്പറും പോലീസ് സംഘം കളക്ട് ചെയ്തു. അമ്പൂരിൽ വെച്ച് മൊബൈൽ ഫോൺ സ്വിച്ച്ഡ് ഓഫ് ആയ സാഹചര്യത്തിൽ ഒരുപക്ഷെ രാഖിയുടെ ഫോൺ കേടായതായിരിക്കാമെന്ന് പോലീസ് വിലയിരുത്തി. അങ്ങനെ ഫോൺ കേടായതാണെങ്കിൽ ആ പ്രദേശത്ത് എവിടെ നിന്നെങ്കിലുമുള്ള മൊബൈൽ ഷോപ്പിൽ നിന്നും രാഖി പുതിയൊരു ഫോൺ വാങ്ങാനും സാധ്യതയുണ്ട്.
അങ്ങനെയെങ്കിൽ അമ്പൂരിന് സമീപത്തുള്ള മൊബൈൽ ഷോപ്പുകളിലൊക്കെ ഒരു അന്വേഷണം നടത്തേണ്ടി വരുമെന്ന് തന്നെ പോലീസ് സംഘം തീരുമാനിക്കുകയും അതിനായി ഒരു സംഘം പോലീസുകാരെ നിയോഗിക്കുകയും ചെയ്തു. ഇതേസമയം തന്നെ SI ഉൾപ്പെടുന്ന സംഘം അഖിലിന്റെ ഫോണിലേക്ക് കോൾ ചെയ്യുകയും ചെയ്തു. കോൾ കണക്റ്റായ സാഹചര്യത്തിൽ പോലീസ് സംഘം അഖിലിനോട് കൂടുതൽ വിവരങ്ങൾ തിരക്കിയറിഞ്ഞു. രാഖിയെ തനിക്ക് പരിചയമുണ്ടെന്നും രാഖി തന്റെ സുഹൃത്താണെന്നും ലഡാക്കിലാണ് താൻ വർക്ക് ചെയ്യുന്നതെന്നുമൊക്കെ അഖിൽ പോലീസുകാരോട് പറഞ്ഞു. ഒരു പട്ടാളക്കാരനായ അഖിൽ തന്റെ സുഹൃത്തായ രാഖിയെ നാട്ടിലെത്തുമ്പോഴൊക്കെ വിളിക്കാറും കാണാറുമുണ്ട്. അന്നും പതിവ് പോലെ അവസാനമായി രാഖിയുടെ ഫോണിലേക്ക് വിളിച്ചിരിക്കുന്നത് അഖിൽ തന്നെയാണ്. അന്ന് വിളിച്ച സമയത്ത് രാഖി എറണാകുളത്തേക്ക് പോവുകയാണെന്ന് അഖിലിനോട് പറഞ്ഞിരുന്നതായും അയാൾ പോലീസിനോട് പറഞ്ഞു. രാഖി എറണാകുളത്തേക്ക് പോയ സാഹചര്യത്തിൽ അഖിൽ പിന്നീട് രാഖിയെ കാണാനും ശ്രമിച്ചില്ല. തന്റെ വീട് പണിയുമായി ബന്ധപ്പെട്ട് താൻ തിരക്കിലായിരുന്നു എന്നും അഖിൽ പോലീസിനെ അറിയിച്ചു. ഇപ്പോൾ അഖിൽ എവിടെയാണെന്നുള്ള പോലീസിന്റെ ചോദ്യത്തിന് താൻ ലഡാക്കിലേക്ക് മടങ്ങിപ്പോയി എന്നുള്ളതായിരുന്നു അഖിലിന്റെ മറുപടി. അഖിൽ ഇത്രയൊക്കെ പറഞ്ഞെങ്കിലും അഖിലിന്റെ വീട്ടിലും പരിസരത്തും ഒരു അന്വേഷണം നടത്താൻ പോലീസ് തീരുമാനിച്ചു. അങ്ങനെ പോലീസ് സംഘം അഖിലിന്റെ അമ്പൂരിലെ വീട്ടിലേക്ക് എത്തുകയും ഒരു അന്വേഷണം നടത്തുകയും ചെയ്തു. എന്നാൽ അഖിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിവെക്കുന്ന തരത്തിലായിരുന്നു അഖിലിന്റെ വീട്ടുകാരുടെയും സംസാരം. രാഖിമോളെക്കുറിച്ച് അഖിലിന്റെ വീട്ടിലും പരിസരത്തുള്ളവരോടും തിരക്കിയെങ്കിലും യാതൊരു വിവരവും ലഭിച്ചില്ല. തുടർന്ന് പോലീസ് സംഘം മൂന്നായി തിരിഞ്ഞ് സമഗ്രമായ ഒരു അന്വേഷണം ആരംഭിച്ചു. ഒരു സംഘം പോലീസുകാർ രാഖിയുടെ പുതിയ മൊബൈൽ നമ്പറിന്റെ IMEI നമ്പർ വെച്ച് കാട്ടാക്കടയിലും അമ്പൂരിലുമുള്ള മൊബൈൽ കടകൾ കയറിയിറങ്ങി പരിശോധിച്ചു. ഒരു സംഘം പോലീസുകാർ അമ്പൂരിലും പരിസര പ്രദേശങ്ങളിലുമുള്ള CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചു തുടങ്ങി. ഇതേസമയം തന്നെ മറ്റൊരു സംഘം പോലീസ് രാഖിയുടെ വീട്ടിലെത്തി രാഖിയുടെ കാമുകനായ സുധീഷിനെ കുറിച്ച് അന്വേഷിച്ചെങ്കിലും പരിസരത്തു നിന്നോ വീട്ടിൽ നിന്നോ അങ്ങനെ ഒരു വ്യക്തിയുടെ പേര് രാഖി പറഞ്ഞിട്ടുള്ളതായി ആരും പോലീസിനോട് പറഞ്ഞില്ല. ഈ സമയത്തായിരുന്നു അഖിൽ എന്ന വ്യക്തിയെക്കുറിച്ച് എന്തെങ്കിലും കാര്യം രാഖി വീട്ടുകാരോടോ ബന്ധുക്കളോടോ പറഞ്ഞിട്ടുണ്ടോ എന്നുള്ള കാര്യം പോലീസ് അന്വേഷിച്ചത്. രാഖിക്കൊരു പയ്യനുമായി അടുപ്പമുണ്ടായിരുന്നു. എന്നാൽ അയാളുടെ പേര് സുധീഷ് എന്നല്ലായിരുന്നു എന്നാണ് പരിസരവാസികൾ പറഞ്ഞത്. അഖിൽ എന്നുള്ള പേര് രാഖി പറഞ്ഞിട്ടുള്ളതായും ചില ആളുകൾ പോലീസിന് മൊഴി നൽകി. ഈ സമയത്താണ് കാട്ടാക്കട മേഖലയിൽ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് നടത്തുന്ന അന്വേഷണത്തിനിടയിൽ പോലീസുകാർക്കൊരു വിവരം കിട്ടിയത്. നിലവിൽ രാഖിയുടെ മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കുന്ന മൊബൈൽ ഫോൺ കാട്ടാക്കടയിലെ ഒരു കടയിൽ നിന്നും വാങ്ങിയതാണ്. അത് വാങ്ങിയ ആളിന്റെ അഡ്രസ്സും പോലീസിന് ലഭിച്ചു. അമ്പൂരി തട്ടാമുക്കിലുള്ള ആദർശാണ് ആ ഫോൺ വാങ്ങിയിരിക്കുന്നത്. ആദർശിനെ കുറിച്ചുള്ള അന്വേഷണത്തിനൊടുവിൽ അവൻ അഖിലിന്റെ സുഹൃത്താണെന്നും പോലീസിന് വ്യക്തമായി. ഇതോടുകൂടി മറ്റൊരു വിവരവും പോലീസിന് കിട്ടി. അഖിലിന്റെ ജ്യേഷ്ഠൻ രാഹുൽ മിസ്സിംഗ് ആണ്. ഒരുപക്ഷെ പട്ടാളക്കാരനായ അഖിലിനെ തിരക്കി അവരുടെ വീട്ടിലെത്തിയതുകൊണ്ടാകുമോ രാഹുൽ മിസ്സായതെന്ന് പോലീസിന് സംശയം തോന്നി. രാഹുൽ, അഖിൽ, ആദർശ്, രാഖിമോൾ ഇവർ തമ്മിൽ എന്തോ ചില കണക്ഷൻ ഉണ്ടെന്ന് പോലീസിന് വ്യക്തമായി. ഇതോടുകൂടി ആദ്യം തന്നെ കാട്ടാക്കടയിൽ നിന്ന് മൊബൈൽ വാങ്ങിയ ആദർശിനെ ചോദ്യം ചെയ്യാൻ പോലീസ് തീരുമാനിച്ചു. എന്നാൽ ആദർശിന്റെ വീട്ടിലെത്തിയ പോലീസുകാർ കണ്ടത് ഒരു സർജറിക്ക് ശേഷം വിശ്രമത്തിൽ കഴിയുന്ന ആദർശിനെയാണ്. ആദർശിനോട് പോലീസ് പതുക്കെ കാര്യങ്ങൾ ഓരോന്നായി ചോദിച്ചു തുടങ്ങി. കാട്ടാക്കടയിൽ നിന്നും വാങ്ങിയ മൊബൈൽ ഫോൺ എന്തു ചെയ്തു എന്നായിരുന്നു ആദ്യത്തെ ചോദ്യം. ഇത് കേട്ട ഉടൻ തന്നെ ആദർശ് ആദ്യം നിഷേധിച്ചു. പിന്നീട് കാട്ടാക്കടയിൽ നിന്ന് മൊബൈൽ വാങ്ങി വീട്ടിലെത്തി നോക്കിയപ്പോൾ ആ ഫോൺ കാണാനില്ല എന്നും അതെങ്ങനെയോ കയ്യിൽ നിന്നും മിസ്സായിപ്പോയെന്നും അവൻ പോലീസിനോട് പറഞ്ഞു. ചില വിവരങ്ങളൊക്കെ ചോദിച്ചറിയുന്നതിന് വേണ്ടി ആദർശ് തങ്ങൾക്കൊപ്പം സ്റ്റേഷനിലേക്ക് വരണമെന്ന് പോലീസുകാർ അയാളോട് പറഞ്ഞു. ആദർശിനെ പോലീസ് ജീപ്പിൽ പൂവാറിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. ആദ്യഘട്ടത്തിൽ ധൈര്യം സംഭരിച്ചിരുന്ന ആദർശ് പോലീസിന്റെ ചോദ്യം ചെയ്യൽ ആരംഭിച്ചതോടുകൂടി പതറി തുടങ്ങി. പോലീസുകാർക്ക് മുൻപിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ ആദർശ് പല കാര്യങ്ങളും പോലീസിനോട് പറഞ്ഞു തുടങ്ങി. അഖിലും രാഖിമോളും തമ്മിൽ പരിചയത്തിലായിരുന്നു. ലഡാക്കിൽ സൈനികനായിരുന്ന അഖിലിന്റെ മൊബൈലിലേക്ക് ഒരു മിസ്ഡ് കോൾ വന്നതായിരുന്നു എല്ലാത്തിന്റെയും തുടക്കം. അങ്ങനെ അവർ പരസ്പരം പരിചയപ്പെടുകയും അടുപ്പത്തിലാവുകയും ചെയ്തു. 5 വർഷത്തെ പ്രണയത്തിനൊടുവിൽ രാഖിയുടെ നിർബന്ധപ്രകാരം എറണാകുളത്തുള്ള ഒരു ക്ഷേത്രത്തിൽ വെച്ച് അഖിൽ രാഖിയുടെ കഴുത്തിൽ താലി ചാർത്തുകയും പിന്നീട് അങ്ങോട്ട് അവർ ഭാര്യ ഭർത്താക്കന്മാരെ പോലെ കഴിഞ്ഞു വരികയും ചെയ്തു. രാഖിയുടെയും അഖിലിന്റെയും രഹസ്യവിവാഹം കഴിഞ്ഞ വിവരം ഇരു വീട്ടുകാർക്കും അറിയുകയില്ല. അങ്ങനെ ഏതാനും നാളുകൾക്ക് ശേഷം അഖിലിന് അന്തിയൂർക്കോണത്തുള്ള ഒരു പെൺകുട്ടിയുമായി അടുപ്പമുണ്ടായി. അക്കാര്യം അഖിലിന്റെ വീട്ടുകാരറിയുകയും വീട്ടുകാർ തമ്മിൽ കൂടിയാലോചിച്ച് അഖിലിന്റെ വിവാഹ നിശ്ചയം അന്തിയൂർക്കോണത്തെ പെൺകുട്ടിയുമായി നടത്തുകയും ചെയ്തു. നിശ്ചയത്തിനെടുത്ത ഫോട്ടോസ് അഖിൽ തന്നെ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്തത് രാഖി കണ്ടെത്തുകയും അവൾ ആകെ തകർന്നു പോവുകയും ചെയ്തു. വിവരം ഉടൻ തന്നെ അഖിലിനെ വിളിച്ച് ചോദിക്കുകയും താൻ ഭാര്യയായിട്ടുള്ളപ്പോൾ മറ്റൊരു വിവാഹത്തിന് സമ്മതിക്കുകയില്ല എന്ന് അഖിലിനെ അറിയിക്കുകയും ചെയ്തു. എന്നാൽ അഖിൽ അപ്പോൾ അവളോട് പറഞ്ഞ മറുപടി തീർത്തും ഞെട്ടിക്കുന്നതായിരുന്നു. അഖിലിന് പ്രായം 24 വയസ്സാണ്. രാഖിക്കാകട്ടെ 30. അഖിൽ ഒരു ഹിന്ദു യുവാവാണ്. രാഖി ഒരു ക്രിസ്ത്യൻ യുവതിയും. അതുകൊണ്ട് തന്നെ അവരുടെ വിവാഹത്തിന് അഖിലിന്റെ വീട്ടുകാർ സമ്മതിക്കുകയില്ല എന്ന് അവൻ അറിയിച്ചു. അങ്ങനെ അഖിലും രാഖിയും തമ്മിൽ നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടാവുകയും രാഖി വിളിച്ചാൽ പോലും അഖിൽ ഫോൺ എടുക്കാതാവുകയും ചെയ്തു. അഖിൽ തന്നെ ഒഴിവാക്കുകയാണെന്ന് മനസ്സിലാക്കിയ രാഖി അഖിലുമായി നിശ്ചയം കഴിഞ്ഞ അന്തിയൂർക്കോണത്തെ പെൺകുട്ടിയുടെ വീട്ടിലെത്തി അഖിലും താനും തമ്മിൽ അടുപ്പത്തിലാണെന്നും വിവാഹിതരാണെന്നും ഫോട്ടോ സഹിതം തെളിവ് നിരത്തി അവർക്ക് കാണിച്ചു കൊടുത്തു.
ഇതോടുകൂടി അഖിലുമായുള്ള ബന്ധത്തിൽ നിന്നും അന്തിയൂർക്കോണത്തെ വീട്ടുകാർ പിന്മാറി. അന്തിയൂർക്കോണത്തെ പെൺകുട്ടിയെ വിവാഹം കഴിച്ച് താൻ പുതിയതായി നിർമ്മിക്കുന്ന വീട്ടിൽ കഴിയണമെന്ന് ആഗ്രഹിച്ചിരുന്ന അഖിലിന് ഇതോടുകൂടി വാശിയായി. വിവാഹശേഷം താമസിക്കുന്നതിനായി അഖിൽ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന പുതിയ വീടിന്റെ സിറ്റൌട്ടിൽ അഖിലും ആദർശും ഒത്തുകൂടി. അവർ രാഖിയെ ഇല്ലാതാക്കാൻ തന്നെ തീരുമാനിച്ചു. അവരുടെ പ്ലാനിങ്ങിന്റെ ഭാഗമായി അഖിൽ രാഖിയെ ഫോണിൽ ബന്ധപ്പെടുകയും താൻ പുതിയതായി നിർമ്മിച്ചു നൽകുന്ന വീട് കാണാൻ ക്ഷണിക്കുകയും ചെയ്തു. വീട്ടിൽ നിന്നും അന്ന് എറണാകുളത്തെ ജോലി സ്ഥലത്തേക്കെന്ന് പറഞ്ഞിറങ്ങിയ രാഖിയെ ഹൈവേയിൽ കാറുമായി അഖിൽ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. കാറിന്റെ അടുത്തേക്ക് നടന്നെത്തിയ രാഖി കാണുന്നത് ഡ്രൈവർ സീറ്റിലിരിക്കുന്ന അഖിലിന്റെ ജ്യേഷ്ഠൻ രാഹുലിനെയാണ്. അഖിൽ എവിടെയെന്ന് അന്വേഷിച്ചപ്പോൾ അവൻ പോകുന്ന വഴിയിൽ കാറിൽ കയറുമെന്നും പറഞ്ഞു. ഇത് കേട്ട ഉടൻ തന്നെ രാഖി കാറിലേക്ക് കയറി. രാഹുൽ പറഞ്ഞതുപോലെ തന്നെ അഖിൽ വഴിയിൽ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. കുറേ ദൂരം പിന്നിട്ടപ്പോൾ അഖിലും വഴിയിൽ നിന്ന് കാറിൽ കയറി. അഖിൽ പുതിയതായി വെക്കുന്ന വീട്ടിലേക്കാണ് അവരുടെ യാത്ര. യാത്രാമധ്യേ അഖിലിന്റെ ജ്യേഷ്ഠൻ രാഹുൽ അഖിലുമായുള്ള ബന്ധത്തിൽ നിന്നും രാഖി മാറണമെന്ന് ആവശ്യപ്പെട്ടു. ഇരുവരും തമ്മിലുള്ള പ്രായവ്യത്യാസവും മതവുമൊന്നും വീട്ടുകാർ അംഗീകരിക്കുകയില്ല എന്ന് അവൻ പറഞ്ഞെങ്കിലും ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അഖിൽ തന്നെ ഇഷ്ടപ്പെട്ടതെന്നും ഇനി ഇതിൽ നിന്ന് പിന്മാറാൻ താൻ സമ്മതിക്കുകയില്ല എന്നും അവൾ പറഞ്ഞു. അങ്ങനെ കാറിനകത്ത് വെച്ച് നടക്കുന്ന തർക്കങ്ങൾക്കിടയിൽ അഖിൽ രാഖിയുടെ കഴുത്തിൽ പിടിമുറുക്കുകയും ചെയ്തു. അപ്പോഴേക്കും ഇരുട്ട് വ്യാപിച്ചിരുന്നു. രാഖിയുടെ നിലവിളി ശബ്ദം പുറത്തു കേൾക്കാതിരിക്കുന്നതിനായി രാഹുൽ കാറിന്റെ ആക്സിലേറ്ററിൽ കാർ അമർത്തി ശബ്ദമുണ്ടാക്കിക്കൊണ്ടേയിരുന്നു. അങ്ങനെ രാഖി നിശ്ചലയായി. രാഖിയുടെ മരണം ഉറപ്പാക്കാനായി അഖിൽ കാറിന്റെ സീറ്റ് ബെൽറ്റ് ഉപയോഗിച്ച് രാഖിയുടെ കഴുത്തിൽ കുരുക്കിട്ട് മുറുക്കി അവരുടെ മരണം ഉറപ്പിച്ചു. ശേഷം അവർ അഖിലിന് പുതിയതായി നിർമ്മിക്കുന്ന വീട് ലക്ഷ്യം വെച്ച് യാത്ര തുടർന്നു. ആ വീടിന്റെ സിറ്റൌട്ടിൽ അവരെ കാത്ത് ആദർശ് നിൽപ്പുണ്ടായിരുന്നു. സംഭവിച്ച കാര്യങ്ങളെല്ലാം അവർ ആദർശിനോട് പറഞ്ഞു. ശേഷം മൂവർ സംഘം രാഖിയുടെ മൃതശരീരം കാറിൽ നിന്നും ആരും കാണാതെ പുറത്തെത്തിച്ച് അഖിലിന്റെ പുതിയ വീടിന്റെ പിൻഭാഗത്തേക്ക് നടന്നു. അവിടെ അവർ നേരത്തെ തന്നെ ഒരു കുഴി തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. രാഖിയുടെ ശരീരത്തിലെ വസ്ത്രങ്ങളെല്ലാം അഴിച്ചെടുത്ത ശേഷം രാഖിയുടെ മൃതശരീരം ആ കുഴിയിലേക്കിട്ട് മൃതശരീരത്തിന് മുകളിലേക്ക് അവർ നന്നായി ഉപ്പ് വാരി വിതറുകയും ശേഷം ആ കുഴി മണ്ണിട്ട് മൂടുകയും കുഴിയുടെ മുകളിൽ അവർ നേരത്തെ തന്നെ കരുതി വെച്ചിരുന്ന ഒരു ചെടി നടുകയും ചെയ്തു. പുറത്തുനിന്ന് നോക്കുന്ന ഒരാൾ കണ്ടാൽ ആരോ കുഴിയെടുത്ത് ചെടി നട്ടിരിക്കുകയാണെന്നേ തോന്നൂ. നിർമ്മാണത്തിലിരിക്കുന്ന വീടായതിനാൽ അവിടെ നേരത്തെ തന്നെ അങ്ങനെ ഒരു കുഴി എടുത്തിട്ടതെന്നും നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടതുമില്ല. രാഖിയുടെ മൃതശരീരം മറവ് ചെയ്തതിനു ശേഷം അവരുടെ കൈവശമുണ്ടായിരുന്ന രാഖിയുടെ സാധനങ്ങളൊക്കെ തന്നെ പലയിടങ്ങളിലായി ഉപേക്ഷിക്കാൻ ആ സംഘം തീരുമാനിച്ചു. അങ്ങനെ കാറിൽ കയറിയ മൂവർ സംഘം നേരെ അഖിലിന്റെ വീട്ടിലെത്തി കുളിച്ച് റെഡിയായി പുറത്തേക്കിറങ്ങി. അവിടെ നിന്നും നെയ്യാർ ഡാം പരിസരത്തു കൂടി കാട്ടാക്കട ഭാഗത്തേക്ക് പോകുന്ന മൂവർ സംഘം രാഖിയുടെ ബാഗിലുണ്ടായിരുന്ന അവരുടെ അച്ഛന്റെ ബേക്കറിയിൽ നിന്ന് വാങ്ങിച്ച ബേക്കറി സാധനങ്ങളെല്ലാം വലിച്ചെറിഞ്ഞു. പിന്നീട് അല്പദൂരം പിന്നിട്ട ശേഷം കാട്ടാക്കട ഭാഗത്തെ ഒരു റബ്ബർ എസ്റ്റേറ്റിലേക്ക് രാഖിയുടെ ഷൂ വലിച്ചെറിഞ്ഞു. രാഖിയുടെ മൊബൈൽ ഫോണിൽ നിന്നും സിം ഊരിയെടുത്ത് അവർ കയ്യിൽ കരുതിയിരുന്ന പുതിയ ഫോണിലേക്കിട്ടു. തിരുവനന്തപുരത്തേക്ക് യാത്ര തുടർന്ന സംഘം തിരുവനന്തപുരത്തെത്തിയപ്പോൾ ആദർശും രാഹുലും രാഖിയുടെ ബാഗും ഫോണുമായി കാറിൽ നിന്നിറങ്ങി ഗുരുവായൂർ ഭാഗത്തേക്കുള്ള ബസ്സിൽ കയറി. അഖിലാകട്ടെ നെയ്യാറ്റിൻകരയിലുള്ള വീട്ടിലേക്കും പോന്നു. വീട്ടിലെത്തിയ അഖിൽ കാർ നന്നായി കഴുകി വൃത്തിയാക്കി. ഇതേ സമയം തന്നെ ഗുരുവായൂരേക്ക് പുറപ്പെട്ട ആദർശും രാഹുലും ശ്രീകൃഷ്ണപുരത്ത് ഇറങ്ങുകയും തുണിയടങ്ങുന്ന രാഖിയുടെ ബാഗ് അവിടെ ഒരു സ്ഥലത്തേക്ക് വലിച്ചെറിയുകയും ചെയ്തു. ഗുരുവായൂർ യാത്രക്കിടയിലായിരുന്നു രാഖി അയക്കുന്ന രീതിയിലുള്ള മെസ്സേജുകൾ രാഖിയുടെ ബന്ധുക്കൾക്ക് ആദർശും രാഹുലും അയച്ചുകൊണ്ടിരുന്നത്. കുറേയധികം മെസ്സേജുകൾ എല്ലാവർക്കും അയച്ച ശേഷം അവർ ആ മൊബൈൽ ഫോൺ ഗുരുവായൂർ ഭാഗത്ത് ഉപേക്ഷിച്ച് തിരികെ നാട്ടിലെത്തി. ഇത്രയും കാര്യങ്ങളായിരുന്നു ആദർശിനെ ചോദ്യം ചെയ്ത പോലീസുകാർക്ക് ലഭിച്ചത്. അങ്ങനെ മജിസ്ട്രേറ്റിന്റെ ഉത്തരവോടുകൂടി ആദർശിനെയും കൂട്ടി തെളിവെടുപ്പിനായി പോലീസ് സംഘം അഖിൽ നിർമ്മിക്കുന്ന പുതിയ വീടിന്റെ അടുത്തേക്കെത്തി. വിവരമറിഞ്ഞ നാട്ടുകാരെല്ലാം തന്നെ അപ്പോഴേക്കും അവിടെ കൂടിയിരുന്നു. ആദർശ് പറഞ്ഞ സ്ഥലത്ത് തന്നെ കുഴിച്ചു തുടങ്ങി. ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ ദുർഗന്ധം വമിച്ചു. അങ്ങനെ ആ ശരീരം അവർ പുറത്തെടുത്തു. അതൊരു സ്ത്രീയാണെന്ന് വ്യക്തമായി. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് അയച്ചു. മരിച്ചത് രാഖി തന്നെയാണോ എന്ന് തിരിച്ചറിയുന്നതിന്റെ ഭാഗമായി രാഖിയുടെ അച്ഛനായ രാജനെ വിവരമറിയിക്കുകയും രാഖിയുടെ അച്ഛൻ രാജൻ ആശുപത്രിയിലെത്തി ബോഡി തിരിച്ചറിയുകയും ചെയ്തു. പിറ്റേ ദിവസം തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എത്തി. ആദർശ് പറഞ്ഞ പോലെ തന്നെ കഴുത്ത് ഞെരിച്ചാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത്. എങ്കിലും മരിച്ചത് രാഖി തന്നെയാണോ എന്ന് ഉറപ്പിക്കാൻ പോലീസ് സംഘം DNA പരിശോധന കൂടി നടത്തി. അങ്ങനെ ഒന്നാം പ്രതിയായ അഖിലിനെയും രണ്ടാം പ്രതിയായ രാഹുലിനെയും കസ്റ്റഡിയിലെടുക്കാൻ പോലീസ് തീരുമാനിച്ചു. പോലീസ് പിടികൂടുമെന്ന് ഉറപ്പായതുകൊണ്ട് തന്നെ രാഹുൽ നേരത്തെ തന്നെ കടന്നു കളഞ്ഞിരുന്നു. വിശദമായ അന്വേഷണങ്ങൾക്കൊടുവിൽ രാഹുലിനെ മലയൻകീഴുള്ള ഒരു വീട്ടിൽ നിന്നും പിടികൂടി. എന്നാൽ ഒന്നാം പ്രതി അഖിൽ തന്നെയാണെന്ന് അവർ രണ്ടുപേരും സമ്മതിച്ചു. അഖിൽ ലഡാക്ക് സൈന്യത്തിലേക്ക് തിരികെ പോയെന്നും രാജധാനി എക്സ്പ്രസിലാണ് അവൻ ദില്ലിയിലേക്ക് പോയതെന്നും പോലീസിന് വിവരം ലഭിച്ചു. എന്നാൽ ലഡാക്കിലുള്ള യൂണിറ്റിൽ ബന്ധപ്പെട്ടപ്പോൾ പോലീസിന് ലഭിച്ചത് തീർത്തും ഞെട്ടിക്കുന്ന ഒരു വിവരമായിരുന്നു. അഖിൽ അവിടെ എത്തിയിട്ടില്ല, അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുമില്ല. അഖിൽ ദില്ലി വരെ എത്തിയതിന്റെ എല്ലാ തെളിവുകളും പോലീസിന് ലഭിച്ചു. ഇതോടുകൂടി അവൻ ദില്ലിയിലെത്തി ലഡാക്കിലേക്ക് പോയിട്ടില്ല എന്നുള്ള കാര്യം വ്യക്തമായി. ഈ വാർത്തകളൊക്കെ തന്നെ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന സമയത്താണ് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് അഖിലിന്റെ ഒരു ശബ്ദ സന്ദേശം വാർത്താ മാധ്യമങ്ങളിലൂടെ പ്രചരിച്ചത്.
തിരുവനന്തപുരത്ത് നിന്നും രാജധാനി എക്സ്പ്രസിൽ ദില്ലിയിലെത്തിയ താൻ ലഡാക്ക് സൈന്യത്തിലേക്ക് തിരിച്ചെത്തിയെന്നും അവിടെ റിപ്പോർട്ട് ചെയ്തെന്നും എന്നാൽ പോലീസ് അന്വേഷണം നടക്കുന്നതിനാൽ അന്വേഷണവുമായി സഹകരിക്കാൻ താൻ സൈന്യത്തിൽ നിന്നും അവധിയെടുത്ത് നാട്ടിലേക്ക് വരികയാണെന്നുമായിരുന്നു ആ ശബ്ദ സന്ദേശം. ഇതോടുകൂടി പോലീസിന്റെ അന്വേഷണം തെറ്റായ ദിശയിലാണെന്നും പോലീസ് കള്ളക്കഥകൾ മെനയുകയാണെന്നും നാട്ടുകാരിൽ അഭ്യൂഹം പടർന്നു. അങ്ങനെ ചാനലിലൂടെ പറഞ്ഞതുപോലെ തന്നെ അഖിൽ നാട്ടിലെത്തി. എയർപോർട്ടിൽ നിന്നും അഖിലിനെ പോലീസ് സംഘം കസ്റ്റഡിയിലെടുത്തു. പോലീസുകാർക്കും നാട്ടുകാർക്കും ചാനലുകാർക്കുമൊക്കെ മുൻപിൽ ധൈര്യത്തോടുകൂടി പെരുമാറിയ അഖിൽ ചോദ്യം ചെയ്യൽ ആരംഭിച്ചതോടുകൂടി പതറിത്തുടങ്ങി. അങ്ങനെ മൂവർ സംഘവുമായി പോലീസ് സംഘം തെളിവെടുപ്പ് ആരംഭിച്ചു. രാഖിയുടെ കൊലപാതക സമയത്ത് മൂവർ സംഘം ഉപയോഗിച്ച കാർ ഉപേക്ഷിച്ച നിലയിൽ തമിഴ്നാട്ടിലെ തൃപ്പരപ്പിൽ നിന്നും പോലീസ് സംഘം കണ്ടെടുത്തിരുന്നു. അഖിലിന്റെ സൈനികനായ ഒരു സുഹൃത്തിന്റെ കാറായിരുന്നു അത്. അമ്പലത്തിൽ പോകുന്ന ആവശ്യത്തിനായി സുഹൃത്തിൽ നിന്നും അഖിൽ കാർ കൈവശപ്പെടുത്തുകയായിരുന്നു. അങ്ങനെ വിശദമായ കുറ്റപത്രം സമർപ്പിച്ച് പ്രതികളെ കോടതിയിൽ ഹാജരാക്കി. തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതി 3 പേർക്കും ജീവപര്യന്തം തടവും 3 ലക്ഷം രൂപ വീതം പിഴയും ഇപ്പോൾ വിധിച്ചിരിക്കുകയാണ്. അതിവിദഗ്ധമായി കേസന്വേഷണം പൂർത്തിയാക്കി കുറ്റവാളികളെ പിടികൂടിയ കേരള പോലീസിന് കോടതിയുടെ പ്രത്യേക പ്രശംസയും ലഭിച്ചു.